a failure. Hey dear anime friends, നമ്മൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നമ്മൾ എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന്. യെസ്, അത് തന്നെ ടോപ്പ് 15 പവർഫുൾ ക്യാരക്ടേഴ്സ് ഇൻ ജുജുത്സു കൈസൻ. ഈ വീഡിയോയിലുള്ള ക്യാരക്ടേഴ്സിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, റാങ്ക് ചെയ്തിരിക്കുന്നത് പ്യുവർ റാങ്ക് പവർ ബേസ് ചെയ്ത് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില ക്യാരക്ടേഴ്സ് ഈ വീഡിയോയിൽ കണ്ടില്ല എന്ന് വരാം. എന്തിനു പറയണം, ഈ ആനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടറുകളായ നനാമി പോലും ഈ ലിസ്റ്റിലില്ല. എനിക്ക് ഗോജോനെക്കാളും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് നനാമി, ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് പ്രധാനപ്പെട്ട 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ വീഡിയോയിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചോ അവരുടെ പവേഴ്സിനെ കുറിച്ചോ അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. അതിന് കാരണം ഞാൻ ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചെല്ലാം ഫ്യൂച്ചറിൽ ക്യാരക്ടറിസ്റ്റിക്സ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2, ഈ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഏത് ക്യാരക്ടറിനെ കുറിച്ച് വേണം ക്യാരക്ടറിസ്റ്റിക്സ് വീഡിയോ ചെയ്യാനെന്ന് താഴെ കമന്റ് ചെയ്യുക. 3, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾക്ക് 3 കമന്റ് വരെ ഇടാം. ഓരോ കമന്റും ഒരു ക്യാരക്ടറിനെ കുറിച്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 3 വ്യത്യസ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ച് വേണമെങ്കിൽ 3 പേരുടെ നെയിംസ് ഓരോ കമന്റായി ഇടുക. ഏറ്റവും കൂടുതൽ തവണ കമന്റ് ചെയ്യുന്ന ആളുടെ വീഡിയോ ആയിരിക്കും ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം സെക്കൻഡ് ഏറ്റവും കൂടുതൽ ആരാണോ, തേർഡ് ഏറ്റവും കൂടുതൽ വന്ന നെയിം ഏതാണോ, അങ്ങനെയായിരിക്കും വീഡിയോസ് ലൈനപ്പ് ചെയ്യപ്പെടുന്നത്. സോ ഓരോ കമന്റ്സും വിലപ്പെട്ടതാണ്, അത് പാഴാക്കരുത്. അതുകൊണ്ട് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ കണ്ടന്റിലോട്ട് തിരിച്ചു പോകാം. 15ാം സ്ഥാനത്തുള്ളത് നായോയ സെനിനാണ് എന്ന് പറയാം. ഈ ഒരു ക്യാരക്ടർ ആനിമയിൽ അങ്ങനെ അപ്പിയർ ആയിട്ടില്ല. സീസൺ 2 തുടക്കത്തിൽ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ ടോജി ഫിഷിഗിറോയുടെ വൺ ഓഫ് ദ കസിൻസിൽ ഒരാളാണ്. ഓൾസോ നയാബിറ്റോ സെനിന്റെ മകനും കൂടെയാണ് ഇദ്ദേഹം. ജുജുത്സു കൈസൻ ആനിമയിലെ തന്നെ വൺ ഓഫ് ദ ആന്റഗോണിസ്റ്റിൽ പ്രധാനിയും കൂടിയാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയാം. വളരെ അറഗന്റ് ആയ, അതേസമയം സ്ട്രോങ്സ്റ്റ് ആയ ഒരു ക്യാരക്ടർ. ഈ ആനിമയിലെ ഫാസ്റ്റസ്റ്റ് ആയ ക്യാരക്ടേഴ്സിനെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെയും ഈ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾസോ ഹീസ് എ സ്പെഷ്യൽ ഗ്രേഡ് സോൾജർ. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം പവർഫുൾ ആണ് എന്ന്. ആൻഡ് 14ാം സ്ഥാനത്തുള്ളത് ദ വൺ ലേഡി ക്ലാൻ മാക്കി സെനീനാണ്. ജുജുത്സു കൈസനിലെ എന്ന് മാത്രമല്ല എൻ്റെ ആനിമേഴ്സിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വൈഫ് എന്ന് പറയാം. ആക്ച്വലി എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലേഡി ഫിഗർ ആണ് ഈ മാക്കി സെനീൻ എന്ന ക്യാരക്ടർ. വിത്തൗട്ട് കേസ് എനർജി ഓർ പവർ ഷീ ഈസ് റിയലി പവർഫുൾ. തന്റെ ഹാർഡ് വർക്കിലൂടെയാണ് ഈ ഒരു ക്യാരക്ടർ കൂടുതലും പവർഫുൾ ആയി മാറുന്നത്. ആൻഡ് എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. വരും സീസണിൽ മാക്കി സെനീന്റെ ഒരു 1 man ഷോ തന്നെ ഉണ്ട് എന്ന് പറയാം. അതേപോലെ 13ാം സ്ഥാനത്തുള്ളത് ഈ ആനിമയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിൽ ഒരാളായ മെഗുമി ഫിഷിഗിറോയാണ്. ഭയങ്കര ടാലന്റഡ് ഒരു ക്യാരക്ടറാണ്. മഹോരാഗനെ വരെ സമൺ ചെയ്ത് വരുത്താൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം മെഗുമി എത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് കാണിക്കാൻ. സൂക്കിനേക്ക് പോലും മെഗുമിനെ കൊണ്ട് ആവശ്യങ്ങൾ അനവധിയാണ് എന്ന് പറയാം. ടോക്കിയോ ജുജുത്സുകയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിരുന്നിട്ട് പോലും ഒരു സ്പെഷ്യൽ കാറ്റഗറി നമുക്ക് മെഗുമി ഉൾപ്പെടുത്താം. ആൻഡ് മെഗുമിയുടെ ട്രൂ പവേഴ്സ് എന്താണെന്ന് തന്റെ ചുറ്റുള്ളവർക്ക് അങ്ങനെ അറിയത്തില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ മെഗുമിക്ക് പോലും തന്റെ ട്രൂ പവേഴ്സിനെ കുറിച്ച് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വീഡിയോ ആയിട്ട് താഴെ കമന്റ് ചെയ്യുക. ആൻഡ് 12ാം സ്ഥാനത്തുള്ളത് ദ ബ്ലഡ് ബ്രദർ ജോസോയാണ്. ജോസോ എന്ന ക്യാരക്ടർക്ക് കറന്റ് ഇപ്പോൾ ഫാൻ ബേസ് അധികമാണ് എന്ന് പറയാം. അതിന് കാരണം മറ്റൊന്നുമല്ല, ജോസോനെ പ്രസന്റ് ചെയ്ത വിധവും ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഡെപ്ത് വളരെ നന്നായി കാണിച്ചതും കൊണ്ടാണ്. തന്റെ റോ ആയ ഇമോഷൻസിനെ ഡെഡ്ലി ബ്ലഡ് ടെക്നിക്സ് ആയിട്ട് സിങ്ക് ആക്കിക്കൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ തന്റെ ഒപ്പോണൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡിഫറന്റ് ആയ ഒരു ക്യാരക്ടർ, ഡിഫറന്റ് ആയ ഒരു ഹെയർ സ്റ്റൈൽ, ഡിഫറന്റ് ആയ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിനെ എനിക്കും ഇഷ്ടമാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 11ാം സ്ഥാനത്തുള്ളത് ദ അയൺ വാൾ മിഗ്വൽ ആണ്. എന്റെ ആനിമേഴ്സ് തന്നെ ഈ ഒരു ക്യാരക്ടറിനെ മോസ്റ്റ് ലക്കിയസ്റ്റ് സർവൈവർ എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം ഗോജോ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടും ജീവനോടെ ഇരിക്കുന്നതിൽ ചുരുക്കം ചിരിൽ ഒരാളാണ് മിഗ്വലും. ഗോജോ ആയിട്ട് ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റിന് വരെ പോയി അതിൽ നിന്നും എസ്കേപ്പ് ആയി വരിക എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയ ടാസ്ക് ഒന്നുമല്ല. തന്റെ കേഴ്സണൽ എനർജി ഒരു 40% മാത്രമേ ആ ഫൈറ്റിൽ മിഗ്വൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ജസ്റ്റ് 40%. ആ ഒരു പോയിന്റിൽ നിന്നും തന്നെ നമുക്ക് മിഗ്വൽ എത്രമാത്രം പവർഫുൾ ഒരു ക്യാരക്ടർ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് 10 ലിസ്റ്റ് നോക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. സോ എന്റെ എഫേർട്ടിനെ മാനിച്ചെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ തുടർന്നും ഇതുപോലുള്ള ആനിമെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് 10ാം സ്ഥാനത്തുള്ളത് ദ ഹെയർടെഡ് സെർവന്റ് ഉരാവുമയാണ്. സൂക്കിനിക്ക് ഏറ്റവും ലോയിലായിരിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടർ കൂടെയാണ്. ടോപ്പ് 10 ഇടം നേടാൻ വരെ ഒരു ക്യാരക്ടറിന് സാധിച്ചു. ഒരു സൈലന്റ് ആനിമേഷൻ പവേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ക്യാരക്ടർ കൂടെയാണ് ഉരാവുമെ. ബട്ട് സ്ക്രീൻ ടൈം വളരെ കുറവായിരിക്കും. അതേപോലെ 9th പ്ലേസിലുള്ളത് റീക്ക ഒരിമീറ്റോ ആണ്. ജുജുത്സു കൈസൻ ആനിമെ സീരീസിന്റെ പ്രീക്വൽ മൂവിയായ ജുജുത്സു കൈസൻ 0ലാണ് റീക്കോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ യൂറ്റോക്കോച്ചിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഓർ ലവർ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ബട്ട് ഷീ ഈസ് നോട്ട് ഇൻ ദ ഹ്യൂമൻ ഫോം റൈറ്റ് നൗ. ഒരു ആക്സിഡന്റിൽ റീക്ക മരിച്ചതിന് ശേഷം തന്റെ ആത്മാവ് കേസ്ഡ് ആവുകയും ഒരു സ്പെഷ്യൽ ഗ്രേഡ് വെഞ്ചുവൽ ഗ്രേഡ് സ്പിരിറ്റ് ആയി മാറുകയുമാണ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ക്യൂൻ ഓഫ് കേസ്ഡ് എന്ന ടൈറ്റിലിന് 100% വർത്തിയസ്റ്റ് ആയ ഒരു ക്യാരക്ടർ കൂടെയാണ് റീക്ക എന്ന് പറയാം. കാരണം അത്രയ്ക്കും പവർഫുൾ ആണ്. ആൻഡ് 8th പ്ലേസിലുള്ളതും ഒരു കേസ്ഡ് സ്പിരിറ്റ് തന്നെയാണ്. യെസ്, മഹോരാഗ തന്നെ. ബട്ട് ആക്ച്വലി മഹോരാഗയെ ഒരു കേസ്ഡ് സ്പിരിറ്റ് എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല. ഒരു പവർഫുൾ ആയ സമനിങ് ഷിക്കിഗാമിയാണ് മഹോരാഗ എന്ന് പറയാം. ആൻഡ് ഷാഡോ ടെക്നിക്സ് ഉള്ളവർക്ക് മാത്രമേ ഈ മഹോരാഗയെ സമൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് ആരൊക്കെയാണ് ഈ
മഹാരാഗയെ സമൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരാളുടെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. എനിവേ 7th പ്ലേസിലുള്ളത് വൺ ഓഫ് മൈ ഫേവറേറ്റ് JJK ക്യാരക്ടറാണ് ടോജി ഫുഷിക്കിറോ ദ സോഴ്സറർ കില്ലർ. വൺ ടൈം നമ്മുടെ ഗോജനെ പോലും കിൽ ചെയ്ത ക്യാരക്ടറാണ്, അതും വിത്തൗട്ട് കേഴ്സ് എനർജി. അതാണ് ഇതിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്ക്. എനിക്ക് ഇതുപോലത്തെ ക്യാരക്ടേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഹാർഡ് വർക്സിലൂടെ മാക്സിമം പവേഴ്സ് ഒബ്റ്റെയിൻ ചെയ്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ടഫ് കൊടുക്കുന്ന ക്യാരക്ടർ എല്ലാ ആനിമയിലും ഉണ്ടാകും. ഈ JJK വേഴ്സിൽ അത് നമ്മുടെ ടോജി ഫുഷിക്കിറോയാണ്. ആൻഡ് ഇനി ടോജി ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ലെറ്റ്സ് സീ ഹൗ മെനി ടോജി ഫാൻസ് ആർ ദേർ. അതേപോലെ 6th പ്ലേസിലുള്ളത് ദ ഇമ്മോർട്ടൽ ജാക്ക്പോട്ട് കിഞ്ചി ഹക്കാരിയാണ്. അധികം JJK ആനിമെ വാച്ചേഴ്സിന് ഈ ക്യാരക്ടറിനെ പരിചയം കാണില്ല, ബട്ട് മാങ്ക വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിനെ ഒരിക്കലും മറക്കത്തുമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ കിഞ്ചി ഹക്കാരി എന്ന് പറയാം. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു ക്യാരക്ടറിനെ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തന്നെ സാധിക്കത്തുള്ളൂ. കേഴ്സ്ഡ് എനർജി, കേഴ്സ്ഡ് ടെക്നിക്സ്, ഫിസിക്കൽ പവേഴ്സ്, 100+ ഇന്റലിജൻസ് ഇതെല്ലാം അടങ്ങിയ ഒരു പവർഫുൾ ക്യാരക്ടറാണ് ഹിഞ്ചി. ടോക്കിയോ ജുജുട്സു ഹൈയിലെ 3rd ഇയർ സ്റ്റുഡന്റ് കൂടെയാണ് ഹിഞ്ചി എന്ന ക്യാരക്ടർ. ആൻഡ് നമ്മൾ ടോപ്പ് 5 5th പ്ലേസിലുള്ളത് ഹാജിമെ കഷുമയാണ്. ദ ഗോഡ് ഓഫ് ലൈറ്റ്നിങ് എന്നാണ് ഈ ക്യാരക്ടർ അറിയപ്പെടുന്നത്. 400 വർഷം മുമ്പ് ജീവിച്ച ഒരു പവർഫുൾ ആയ സോഴ്സറാണ് ഹാജിമെ. കറന്റ്ലി ഒരു ബോഡി ഇൻഹാബിറ്റ് ചെയ്തിട്ടുണ്ട്. കെൻചാക്കു എന്ന നമ്മുടെ ഗേറ്റോ മുത്തിനെ വെസലായിട്ടാണ് ഈ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. ഓൾസോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മിസ്റ്റീരിയസ് പവേഴ്സോട് കൂടി ഒരു ക്യാരക്ടറാണ്. അധികം പറഞ്ഞ സ്പോയിലർ ആകും. സോ 4th പ്ലേസിലുള്ളത് ഈ ജുജുട്സു കൈസൻ ആനിമയിലെ തന്നെ എന്റെ ഫേവററ്റ് ക്യാരക്ടറാണ് ദ കേഴ്സ്ഡ് ലവ് ബോയ് യൂറ്റ ഒക്കോട്സു. എല്ലാവരും ഞാനൊരു ഗോജോ ഫാൻ ആണെന്നാണ് കരുതിയിരുന്നത്. കമന്റ് സെക്ഷനിൽ ധാരാളം പേരുടെ അടുത്ത് ചോദിച്ചിരുന്നു ഞാൻ ഗോജോ ഫാൻ ആണെന്നൊക്കെ. ബട്ട് ആക്ച്വലി ഐ എം എ യൂത്ത ഫാൻ. ആൻഡ് ഫ്യൂച്ചറിലെ ക്യാരക്ടറിസ്റ്റിക്സ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ അധികം ഒന്നും യൂറ്റയെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആൻഡ് 3rd പ്ലേസിലുള്ളത് കെൻചാക്കു അഥവാ ഗേറ്റോയാണ്. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ 3rd പ്ലേസിൽ വന്നത് എന്ന്. യൂറ്റ ഓൾറെഡി ഈ ഒരു ക്യാരക്ടറിനെ ഡിഫീറ്റ് ചെയ്തതല്ലേ എന്ന ഡൗട്ട് ആയിരിക്കും എല്ലാവർക്കും. ബട്ട് ഈ ഒരു ക്യാരക്ടർ 3rd പ്ലേസിൽ വരാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഈ ഒരു ക്യാരക്ടറിന്റെ ഹിഡൻ പവേഴ്സിന്റെ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ധാരാളം കേഴ്സ്ഡ് ടെക്നിക്സ് ഡിഫറന്റ് വേരിയേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടെയാണ് ഗേറ്റോ. ബട്ട് അതുമാത്രമല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വീഡിയോയിൽ നോക്കാം. സോ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് അറിയാൻ നിങ്ങളുടെ 3 കമന്റ്സും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓൾസോ 2nd പ്ലേസിലുള്ളത് ദ വേൾഡ് പോപ്പുലർ കൂളസ്റ്റ് ക്യാരക്ടർ ഇൻ JJK. അതേപോലെ തന്നെ എന്റെ ആനിമേവേഴ്സിൽ തന്നെ ഈ ഒരു ക്യാരക്ടറിന് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് എന്ന് പറയാം. യെസ്, നമ്മുടെ സെറ്റ് ഒരു ഗോജോ തന്നെയാണ്. സോ ഗോജോ ഫാൻസ് ഉണ്ടെങ്കിൽ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. നമുക്ക് നോക്കാം എത്ര ഗോജോ ഫാൻസ് ഉണ്ട് എന്ന്. അതേപോലെ 1st പ്ലേസിലുള്ളത് ആരും ഗസ് ചെയ്യുക പോലും വേണ്ട, അത് നമ്മുടെ റിയൂമൻ സോക്കിന് തന്നെയാണ്, ദ കിങ് ഓഫ് കേഴ്സസ്. ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നിങ്ങളുടെ കമന്റ് പോലെ ഇരിക്കും ഈ ക്യാരക്ടർ ലിസ്റ്റിലെ ആരുടെ വീഡിയോ ആണ് അടുത്തതായി വരാൻ പോകുന്നത് എന്ന്. ഇവരെ കുറിച്ചൊക്കെ ഇപ്പോൾ വാരിയടിച്ച് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ എന്ത് പറയും? സോ അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതൊരു ഷോർട്ട് വീഡിയോ ആക്കി ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. സോ JJK ഫാൻസ്, ഞാൻ ഒന്നും കൂടെ പറയുന്നു, പ്ലീസ് കമന്റ് യുവർ ഫേവറേറ്റ് ക്യാരക്ടർ. ആൻഡ് ദാറ്റ്സ് ഓൾ ടുഡേ ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ലവ് യു ഓൾ, ബൈ.